ഗണപതേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം നമഃ ശിവായ. ശിവായേ നമോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഘ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വജദ്ഭുവേ നമഃ. ഓം ഹ്രീം നമഃ. ഓം രം രംക്തേശ്വരീ നമഃ. ഓം നമോ നാരായണായ രക്ഷസ്വമൂർത്തേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം. പെരുമ്പാലൂരമ്മേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം. ഹനുമൻ സ്വാമിയേ ശരണം. ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവദാഭ്യോ ദേവതാഭ്യോ നമഃ. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം മരോഗതാം അജാഢ്യം വാക്പടുത്വം ച ഹനുമത് സ്മരേണാത് ഭവേത്. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും പുണ്യമാർന്ന ഈ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഏറ്റവും പുണ്യമാർന്നിരിക്കുന്ന ഈ ഒരു വാൽമീകി രാമായണ തത്വചിന്തയിലേക്ക് വിനീതമായ സ്വാഗതം. എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നല്ലവരായിരിക്കും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം നമുക്ക് ഗുണകരമായി വന്ന് ഭവിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നമുക്ക് ഓരോരുത്തർക്കും ജഗദീശ്വരൻ നൽകട്ടെ. കാരണം ഈശ്വരീയമായിരിക്കുന്ന സങ്കല്പ തലങ്ങളോടുകൂടി ദൈവീകമായിരിക്കുന്ന തലങ്ങളെ ഗുണകരമായി നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് നമുക്കെല്ലാവർക്കും സാധ്യമാകുന്നതാകട്ടെ ഈ ഒരു പുണ്യ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും നമുക്കെല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ. ശ്രീദേവി ഗീതാജി പിള്ള നമസ്കാരം. വലിയകുന്നം പുഷ്പകുമാർ നമസ്കാരം. അജീഷ നമസ്കാരം. അജിതാമുരളി നമസ്കാരം. എനിക്ക് ഒരു 10 പേരെ വന്നിട്ടുള്ളെന്ന് തോന്നുന്നല്ലോ അല്ലേ? ആൾക്കാരൊക്കെ വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ? മധു നായർ നമസ്തേ. മധു നായർ എനിക്ക് ഒമാനിയിൽ നിന്നാന്ന് തോന്നുന്നു. റൂബി അല്ലേ? അവിടെ ജോലിയൊക്കെ സുഖകരമായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. രശ്മി നമസ്കാരം. രശ്മി സഹിച്ചേട്ടാ നമസ്കാരം. സഹിച്ചേട്ടൻ എൻ്റെ സഹപ്രവർത്തകനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി. ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. നന്നായിട്ട് മാല കിട്ടും. സൂപ്പറായിട്ട് മാല കിട്ടും. ബാക്ക്ഗ്രൗണ്ട് മയിൽപ്പീലി. ഓക്കെ. അത് ആദ്യം വെളുത്ത മയിൽപ്പീലിയായിരുന്നു. അപ്പോൾ വെളുത്ത മയിൽപ്പീലി ആയിരുന്ന സമയത്ത് വെട്ടം വരുന്ന സമയത്ത് ഞാൻ അങ്ങ് കറുത്തു പോകും. അതുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം ഫോട്ടോഗ്രാഫറാണ്, ജെയിൻ ഗോപിനാഥ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളർ ചേർന്നത് വന്നു കഴിയുമ്പോൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്ന ഞാൻ ലൈറ്റ് കിട്ടുമ്പോൾ വെളുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ബ്ലാക്ക് കളറിലുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയത്. എനിക്കിഷ്ടം വൈറ്റ് ആയിരുന്നു. അപ്പോൾ അതിട്ട് കഴിയുമ്പോൾ ഞാനങ്ങ് ബ്ലാക്ക് ആയിപ്പോവും. പൊതുവേ ആകെ ഒരു കുറച്ച് സ്ഥലത്തേ ഉള്ളൂ വെട്ടം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിലേക്ക് വെട്ടം കിട്ടത്തക്ക രീതിയിലാക്കി വെച്ചു. സാധാരണ വെട്ടം കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി വെട്ടം കിട്ടിയെങ്കിലേ
തിരിച്ചറിയത്തുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോട് ബലയെന്നും അതിബലയെന്നും പറഞ്ഞ 2 മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു പോയി വിശ്രമിക്കാൻ പറഞ്ഞു. അതായത് അവരെല്ലാം കൂടി ഒരു ആശ്രമത്തിലേക്ക് പോയി. ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വിശ്രമിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവരവിടെ വിശ്രമിച്ചതിന് ശേഷം അതിരാവിലെ എഴുന്നേറ്റു എല്ലാവരും. രാമലക്ഷ്മണന്മാർ എഴുന്നേറ്റ് സന്ധ്യാവന്ദനാദികൾ നടത്തിയെന്നാണ്. ഏതൊരു ബ്രാഹ്മണനെന്ന് പറയുന്നില്ല, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്ധ്യാവന്ദനാദികൾ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. സന്ധ്യാവന്ദനം എന്ന് പറയുന്ന 3 വിധത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളുണ്ട്. രാവിലത്തെ സന്ധ്യ, മധ്യാഹ്നത്തിലെ സന്ധ്യ, വൈകുന്നേരത്തെ സന്ധ്യ. അതിൽ രാവിലത്തെയും വൈകുന്നേരത്തെയും സന്ധ്യകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെന്നാണ്. അപ്പം 2 നേരവും നമുക്ക് നിർബന്ധമായും കുളിക്കണമെന്നാണ്. 5 തരത്തിലുള്ള കുളികളുണ്ട്. സ്നാനം പഞ്ചവിധ പ്രോക്തം എന്നാണ്. 5 വിധത്തിലുള്ള കുളികൾ ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അതിലെ ഏതെങ്കിലും ഒരു കുളി ഈ സമയത്ത് ഉണ്ടാകണമെന്നാണ്. ഒന്ന് മുങ്ങി കുളിക്കുന്നത്, ഒന്ന് അല്ലാതെ കുളിക്കുന്നത്, ഒന്ന് ഭസ്മം തൊടുന്നത്, കൈ കഴുകി ആചമിക്കുന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 വിധത്തിലുള്ള കുളികളുണ്ട്. പിന്നെ ഒന്ന് ഭസ്മധാരണം എന്ന് പറയും. അപ്പം അങ്ങനെ 5 വിധത്തിലുള്ള കുളികളാണ് ഉള്ളത്. അപ്പം ഏതെങ്കിലും ഒരു കുളി നിർബന്ധമായിട്ടും വേണമെന്നാണ്. അപ്പം ശാരീരികമായ ശുദ്ധിയും മാനസികമായ ശുദ്ധിയും നമുക്ക് ആവശ്യമാണ്. അപ്പം ശാരീരികമായിരിക്കുന്ന ശുദ്ധികളാണ് ഇതുകൊണ്ട് നടക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മാനസികമായിരിക്കുന്ന ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് സന്ധ്യാവന്ദനാദികൾ ചെയ്യാൻ പറയുന്നത്. കുളി കഴിഞ്ഞാൽ കുളിച്ച് കുറി തൊട്ട് അല്പനേരം പ്രാർത്ഥിക്കണം. സന്ധ്യാവന്ദനം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് സന്ധ്യകളെ വന്ദിക്കുക എന്നുള്ളതാണ്. കാരണം രാവിലത്തേതെന്ന് പറയുന്ന ഇരുട്ട് പോയി വെളിച്ചം വരികയും വൈകുന്നേരത്തെ വെളിച്ചം പോയി ഇരുട്ട് വരികയും ചെയ്യുന്ന ഒരു വിഷയമാണ്. സുഭാഷേ നമസ്കാരം. അപ്പോൾ അതുകൊണ്ട് എല്ലാ വിധത്തിലും ഒരു ഗുണകരമായി മാറുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ മാനസികമായ അവസ്ഥയിൽ മാറണം. അതിനാണ് രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനാദികൾ, സന്ധ്യകളെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുള്ള ദൈവീകമായിരിക്കുന്ന തലങ്ങളിലുള്ള എല്ലാ ഈശ്വരന്മാരെയും നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുക. അപ്പം അതുകൊണ്ടാണ് രാവിലെ നമ്മളോട് പറയുന്നത്, രാവിലെ കുളി കഴിഞ്ഞിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും എന്താണ് ഏറ്റവും കൂടുതൽ, മുരളിച്ചേട്ടാ നമസ്കാരം, ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന തലത്തിലേക്ക് നമ്മളുടെ സ്വഭാവ ചിന്താ പ്രവർത്തനങ്ങൾ ഉത്തമമാകുന്ന അവസ്ഥയിലായി മാറണമെന്നാണ്. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരമായി മാറണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. അതുകൊണ്ടാണ് ഓരോ പ്രാർത്ഥനകളിലും നമ്മൾ നാമജപങ്ങളിലും പ്രാർത്ഥനകളിലും എല്ലാം നമ്മളോട് നന്നായിട്ട് ഓരോ തലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മളോട് പറയുന്നത്. അരുണ രാജേഷ് നമസ്തേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന നിർബന്ധമായിട്ട് ഒരല്പനേരമെങ്കിലും ഓരോ ദേവതകളെയും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ മന്ത്രങ്ങൾ അറിയാവുന്ന വളരെ നിസ്സാരമാണല്ലേ. ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ചില മന്ത്രങ്ങൾ നമ്മൾ ഉറക്കെ ജപിക്കണമെന്നാണ്. മനസ്സിൽ ജപിക്കാനല്ല പറയുന്നത്, ഉറക്കെ ജപിക്കണമെന്നാണ്. അങ്ങനെ ഉറക്കെ ജപിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ദിവസം ആരംഭിക്കുന്നത് പോലെ അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് ശുഭകരമായി മാറുമെന്നാണ് പറയുക. കാരണം നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനോടും നമ്മുടെ മനസ്സിനോടും നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഒരു ദിവസം ശുഭകരമാണ്, ഈ ഒരു ദിവസം നല്ലതാണ് എന്ന് നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുകയാണ്. അപ്പം അങ്ങനെ തീരുമാനമെടുത്തു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള യാത്രകളിലും കാര്യങ്ങളിലുമൊക്കെ മാനസികമായിരിക്കുന്ന ഒരു ധൈര്യം നമുക്ക് ഉണ്ടാകും. മനോധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് എന്നാണ് പറയുക. ആ മാനസികമായിരിക്കുന്ന ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുക എന്ന് പറയും. സുഭദ്ര അജയകുമാർ നമസ്കാരം. അപ്പം അങ്ങനെ അതുകൊണ്ട് നമ്മൾ ആ വിധത്തിലേക്ക് ചിന്തിക്കുന്നു എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ അവർ രണ്ടുപേരും സന്ധ്യാവന്ദനാദികളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? അവർ എന്തിനു വേണ്ടിയിട്ടാണോ, ആരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ പോകുന്നത്, ആ ആളുടെ അടുക്കൽ, അതായത് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷ ചെയ്യുന്നതിനായിട്ടായതുകൊണ്ട് ആ യാഗരക്ഷയ്ക്കായിട്ട് എത്രയും നേരത്തെ അവരുടെ അടുക്കലേക്ക്, വിശ്വാമിത്ര മഹർഷിയുടെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്, ഇനി നമുക്ക് യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്ര തുടങ്ങുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ അവർ പോകുന്ന വഴിയിൽ ഒരു ആശ്രമം കണ്ടു. ആശ്രമത്തിൽ നിന്നാണ് അവർ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നാണ്. അപ്പം അങ്ങനെ ആശ്രമത്തിൽ നിന്ന് അവരിറങ്ങി അവർ യാത്ര പുറപ്പെടുമ്പോൾ അതിഘോരമായിരിക്കുന്ന ഒരു വനത്തിലേക്ക് അവർ പോയി. അപ്പോൾ അവിടെ ഘോരമായിരിക്കുന്ന വനത്തിലേക്ക് അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ കാടിന് എന്തെങ്കിലും വിശേഷതയോ സവിശേഷതയോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട്, ഇവിടെ താടക എന്നു പേരുള്ള ഒരു സ്ത്രീയുണ്ട്, അതായത് ഒരു രാക്ഷസിയുണ്ട്, രാക്ഷസ സ്വഭാവമുള്ള ഒരു സ്ത്രീയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ രാക്ഷസ സ്വഭാവമുള്ള ആ സ്ത്രീയുടെ ഉപദ്രവം കൊണ്ട് ഇതുവഴി വായുവിന് പോലും സഞ്ചരിക്കാൻ സാധ്യമാകുന്നില്ല എന്നാണ് പറയുക. ഭരത നമസ്കാരം. അങ്ങനെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയും. അപ്പം ചോദിച്ചു, ആരാണ് ഈ താടക? അപ്പം എന്താണ് ഈ താടകയുടെ സവിശേഷത എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി അവർക്ക് അതിൻ്റെ അരുണ രാജേഷ് തിരുമേനി, ഞാൻ രാമായണം പാരായണം ചെയ്യുന്നത് ഏകദേശം വൈകുന്നേരം ഒരു 8:30 മണിക്കാണ്. ഓക്കെയാണ്. അപ്പോൾ വിളക്ക് വീണ്ടും വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരിക്കലുമില്ല അരുണ, ധൈര്യമായിട്ട് വിളക്ക് കത്തിക്കാം. എപ്പോഴും വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉചിതം. എപ്പോഴും എന്തിനും അഗ്നിയെ സാക്ഷിയാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇന്ന സമയത്തെ വിളക്ക് കത്തിക്കാവൂ എന്നൊന്നും നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തിനും അഗ്നിസാക്ഷിയാകണമെന്നാണ് പറയുക. അപ്പോൾ ധൈര്യമായിട്ട് അരുണയ്ക്ക് ആ വിളക്ക് കത്തിച്ച് രാമായണം വായിക്കാം. രാമായണം വായിക്കുന്ന സമയവും ദോഷമല്ല. ആ സമയത്ത് എപ്പോൾ വായിച്ചാലും രാമായണം നന്നായി മനസ്സിലാക്കി വായിക്കാൻ അരുണയ്ക്ക് സാധിക്കട്ടെ. അത് മാത്രമേ ഉള്ളൂ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ താടകയുടെ കാര്യം പറയുമ്പോൾ ബേബി ശീലാവസ്ഥ അപ്പോൾ പറഞ്ഞു, അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ വിശ്വാമിത്ര മഹർഷി ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് വീര്യവാനായിരിക്കുന്ന ഒരു യക്ഷൻ ഉണ്ടായിരുന്നു. സുകേതു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. സുകേതു എന്നാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പോയി ഒരു തപസ് ചെയ്തു ബ്രഹ്മദേവനെ. അപ്പം ബ്രഹ്മദേവനെ തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് യോജിക്കുന്നതായിരിക്കുന്ന ഒരു കന്യാരത്നത്തെ ബ്രഹ്മദേവൻ നൽകി. ആ സ്ത്രീയുടെ പേരാണ് താടക എന്ന് പറയുന്നത്. അങ്ങനെ ആ യക്ഷാധിപന് താടക എന്ന കന്യാരത്നത്തെ അദ്ദേഹം നൽകി. പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1000 ആനകളുടെ ബലം നൽകി എന്നാണ് പറയുക. രജനി നമസ്തേ. അപ്പം 1000 ആനകളുടെ ശക്തിയുള്ള താടക എന്ന സ്ത്രീയെയാണ് സുകേതു എന്ന് പറയുന്ന ഈ യക്ഷാധിപനായിട്ട് ബ്രഹ്മദേവൻ കൊടുത്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരിക്കൽ അഗസ്ത്യനായിട്ട് ഈ അപ്പം അങ്ങനെ അവർക്ക് കൊടുത്തു. എങ്കിലും മഹായശസ്വ ബ്രഹ്മാവന് അവർക്ക് മക്കളൊന്നും ഇല്ലാതിരുന്നു എന്നാണ് പറയുന്നത്. രജനി രാമേന്ദ്ര നമസ്കാരം. വിജയകുമാർ വീടി നമസ്കാരം തിരുമേനി. ഓക്കെ. വിജയേട്ടന് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത്, ഞാനിപ്പോൾ പൂജ കഴിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള ആളാണ്. കൂടെ ഞങ്ങളുടെ ടീച്ചറാണ്. ഞങ്ങളുടെ ടീച്ചർ എന്ന് പറയുമ്പോൾ ഉമ്മ ടീച്ചർ ഹിന്ദി ടീച്ചറാണ്. ടീച്ചറും എന്നും ഞങ്ങളുടെ ക്ഷേത്രത്തിലെ സ്ഥിര ഭഗവാനെ പ്രാർത്ഥിക്കാൻ എത്തുന്ന ആളാണ്. എന്നും രാമായണം വായിക്കാനും ടീച്ചറുണ്ട്.
ടീച്ചറൊക്കെയാണ് ഇപ്പോൾ അമ്പലത്തിലെ രാമായണ പാരായണമൊക്കെ എന്നും വൈകിട്ട് ടീച്ചറിനോടൊപ്പം കുറച്ച് ആൾക്കാരോട് എന്നും വൈകിട്ട് വന്ന് രാമായണം വായിക്കും. വിജയേട്ടനാണെങ്കിലോ ഇടയ്ക്ക് അമ്പലത്തിൽ വരുന്ന ആളാണ്. എപ്പോഴും ഞങ്ങളുടെ അമ്പലത്തിന് തൊട്ടടുത്ത വീടാണ്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു തലത്തിലാണെങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് അവരെല്ലാവരും എത്തിയത്. സന്തോഷം, വളരെയധികം സന്തോഷം. അപ്പം അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന സുകേതുവിന് ബ്രഹ്മദേവൻ കൊടുത്ത കന്യാരത്നമാണ് ഈ പറയുന്ന താടക എന്ന് പറയുന്നത്. അപ്പം അതിൽ മക്കളൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ആ സുന്ദന് ഹതനായി കഴിഞ്ഞപ്പോൾ അഗസ്ത്യനായി ഹതനായി എന്നാണ് പറയുക. അങ്ങനെ അതിനുശേഷം ഒരിക്കൽ വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പിന്നീടൊരു മകനുണ്ടായി എന്നാണ് പറയുന്നത്. മരീചൻ എന്നാണ് പേര്. അപ്പോൾ ഈ ഒരു മകനുണ്ടായി കഴിഞ്ഞപ്പോൾ മരീചനുണ്ടായ മകനായി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം അതിനുശേഷം ഒരിക്കൽ ഇവരുടെ സ്വഭാവം, യഥാർത്ഥമായിരിക്കുന്ന സ്വഭാവം, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് 3 വിധത്തിലുള്ള സ്വഭാവങ്ങളുണ്ട് എന്നാണ് പറയുക. ഒന്ന്, നമ്മൾ പൊതുസമൂഹത്തിൽ കാണിക്കുന്നൊരു സ്വഭാവം ഇല്ലേ. ഇപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവം ആൾക്കാർ കാണുന്നല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു സ്വഭാവം പുറത്ത് അത് നമ്മൾ യാന്ത്രികമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതികളാണ് ഇല്ലേ. അത് ഒരു സ്വഭാവം. 2, മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്നൊരു സ്വഭാവമുണ്ട്. പിന്നെ 3ാമത്തേതെന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കും നമ്മുടെ സ്വഭാവം. അങ്ങനെ 3 വിധത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടെന്നാണ്. അവിടെയാണ് ദൈവീകതയും ആസുരികതയും എന്ന് പറയുന്ന ഭാഗങ്ങളുള്ളത്. ഇത് താടക എന്നൊരു ആസുരിക സ്വഭാവമുള്ളതാണ് എന്നാണ് പറയുക. അതിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആസുരികതയാണോ ദൈവീകതയാണോ എന്നറിയുന്നത് ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ നഖങ്ങളാണ് എന്നാണ് പറയുക. നമുക്കറിയാം ശൂർപ്പണഖയുടെ കഥയൊക്കെ രാമായണത്തിൽ വരുന്നുണ്ട്. ഇനിയും മുറം പോലെ നഖമുള്ളവളാണ് ശൂർപ്പണഖ എന്നാണ്. അപ്പം അതിന് മുറം പോലെ നഖം വരുന്ന സ്ത്രീയുടെ പാദത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഒരാളുടെ സ്വഭാവം, 4 തരത്തിലുള്ള സ്ത്രീകളാണ് ഈ ലോകത്തുള്ളതെന്ന് നമ്മൾ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഹസ്തിനി, ശങ്കിനി, പത്മിനി, ചക്രിണി എന്ന് പറയുന്ന 4 വിധത്തിലുള്ള സ്വഭാവങ്ങളുള്ള സ്ത്രീകളാണുള്ളത് ഈ ലോകത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അടിസ്ഥാനപരമായി താടകയുടെ സ്വഭാവം ഒരു രാക്ഷസീയമായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന സകല ആൾക്കാരെയും കൂടി ഉപദ്രവിക്കുവാൻ അവരമ്മയും മകനും കൂടി, മരീചൻ എന്ന മകനും താടക എന്ന അമ്മയും കൂടി ഉപദ്രവങ്ങളൊക്കെ അവിടെ നടത്തി എന്നാണ് പറയുക. ഒരിക്കല് ഈ അഗസ്ത്യമുനി അവിടെ അതുവഴി പോയപ്പോൾ ഈ താടക അഗസ്ത്യമുനിയെ ഉപദ്രവിക്കാനായി ചെന്നു എന്നാണ്. അങ്ങനെ ഉപദ്രവിക്കാനായി ചെന്ന താടകയോട് എന്ത് ചെയ്തു? അഗസ്ത്യമുനി ശാപം കൊടുത്തു എന്നാണ് പറയുക. ഈ അഗസ്ത്യമുനിയുടെ ഒരു സവിശേഷത നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് രാമായണത്തിൽ അദ്ദേഹം നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറയുന്നത്. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്ധകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായതേ നമ, നിഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ, ദേവായ വിശ്വൈക സാക്ഷിണേതേ നമ, സത്വപ്രധാനായ തത്വായതേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇത്തം ആദിത്യ ഹൃദയ സ്തോത്രം ജപിച്ചൊന്ന് ശത്രുക്ഷയം വരുത്തിയിടുക സത്വരമെന്ന് അഗസ്ത്യമുനി പറയുന്നുവെന്ന് നമ്മൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ വായിക്കാറുണ്ട്. അപ്പോൾ അഗസ്ത്യമുനി വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അഗസ്ത്യമുനിയുടെ ശാപം നിമിത്തമാണ് ഈ സ്ത്രീ ഈ കാട്ടില് അതിഘോര രൂപിണിയായി തന്നെ ഏറ്റവും സ്വഭാവത്തിന്റെ തലത്തിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായിട്ട് തന്നെ വരുന്നത് എന്ന് പറയുന്നു. അപ്പൊ പല വിധത്തിലാണ് ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒരു താടകയാണെന്ന് നമ്മളിവിടെ ചിന്തിക്കണം. ഇവിടെ താടകയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് താടകയാണ് നമ്മൾ. ഏത് വിധത്തിൽ? മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ. അത് ഏത് വിധത്തിലാണ്? വാക്കുകൾ കൊണ്ട് നമ്മൾ ഉപദ്രവം ഉണ്ടാക്കും, ചിന്തകൾ കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കും, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ഉപദ്രവം ഉണ്ടാക്കും. തിരുമേനി രാമായണം വായിച്ച് നിർത്തുന്ന ഭാഗം വലതുവശം പേജ് ആകണമെന്നുണ്ടോ? പിന്നെ ചില എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണ് തുടങ്ങേണ്ടത്. അതൊരു കാര്യം ചെയ്യുക അരുണ, ഞാൻ എൻ്റെ നമ്പർ ഇവിടെ ഒന്ന് ഇട്ടേക്കാം. അരുണ സമയം പോലെ വിളിക്കൂ. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് അത് പറയാൻ സാധിക്കും. കാരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന വിഷയം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോകും.
അപ്പോൾ അരുണ സമയം പോലെ എന്നെ വിളിച്ചോണ്ടാണേ. അപ്പോൾ വിളിച്ചിട്ട് അപ്പോൾ ഞാനത് അരുണയുടെ സംശയങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം അരുണ അത് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു തരാം. സന്തോഷം. ഫൈസലെ നമസ്കാരം. അപ്പോൾ അങ്ങനെ എവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയ പോയി കണ്ടോ, ആ വിഷയം പോയി. താടക നമ്മളുടെ സ്വഭാവം. അപ്പം ഈ നമ്മളിൽ ഉണ്ടാകുന്ന താടക എന്ന് പറയുന്ന ഒരു സ്വഭാവം 3 വിധത്തിലാണ് നമ്മുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്. അപ്പം നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും കൊണ്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നുവെങ്കിൽ നമ്മൾ താടകയാണ് എന്നാണ് പറയുക, ഇല്ലേ? നമ്മൾ വാക്കുകൊണ്ട് ചിലരോട് പറയും, മറ്റുള്ളവരോട് പറയും, നമ്മൾ പറയും. അതൊന്നുമല്ലാത്ത ഏറ്റവും വലിയൊരു ദോഷമുണ്ട്. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുക, അവനാഹാ അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ. അപ്പം അതുപോലും ഒരു ആസുരികത നിറഞ്ഞ സ്വഭാവമാണ് എന്നാണ്. ഇപ്പം നമ്മളൊക്കെ വേണമെങ്കിൽ ചിന്തിക്കും, അത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാത്ത മനുഷ്യനുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാത്ത മനുഷ്യൻ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളോട് അവർ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അങ്ങനെയാകരുത് എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. എങ്ങനെയൊക്കെ ആകണമെന്നും നമ്മളോട് പറഞ്ഞു തരുന്നതോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ആകരുതെന്നും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പപ്പേട്ട നമസ്കാരം. ഇപ്പോഴാ മാത്തൂരമ്മയുടെ ഒരു സാന്നിധ്യമായത്. അപ്പം അങ്ങനെ വളരെ ശ്രേഷ്ഠമായ വിധത്തിൽ ഈ നിൽക്കുന്ന സ്വഭാവ സവിശേഷതകൾ ഇവിടെ താടകയ്ക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അലറിക്കൊണ്ട് ആ താടക എന്ന അസുര സ്ത്രീയെ രാമലക്ഷ്മണന്മാരുടെ അടുക്കലേക്ക് പാഞ്ഞെടുക്കുന്നു എന്നാണ് പറയുക. അങ്ങനെ താടക അവരുടെ അടുക്കലേക്ക് പാഞ്ഞെടുക്കുന്ന സമയത്ത് രാമലക്ഷ്മണന്മാർ അവരുടെ ആയുധം കൊണ്ട് അവരുടെ കരങ്ങളങ്ങ് ഛേദിക്കപ്പെട്ടു എന്നാണ് പറയുക. അങ്ങനെ കരങ്ങൾ ഛേദിക്കപ്പെട്ടപ്പോഴും താടക തൻ്റെ ആ ഒരു സ്വഭാവം മാറ്റാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ വീണ്ടും ഒരു ആയുധം എയ്ത് താടകയെ നിഗ്രഹിച്ചു എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്ന സമയത്ത് മിനിയാർ നമസ്തേ. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്ന സമയത്ത് രാമന്റെ മനസ്സിലൊരു പ്രയാസമുണ്ടായി എന്നാണ് പറയുക. കാരണം കൊന്നത് സ്ത്രീയെയാണ്. അപ്പോൾ സ്ത്രീയെ കൊല്ലുന്നത് തെറ്റാണ് എന്ന് രാമൻ അറിയാം. അപ്പോൾ രാമൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ ചെയ്തത് ഇത്ര വലിയ തെറ്റാണ്, അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയാണോ എന്ന് ഒരു പ്രയാസത്തോടു കൂടി ഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുമ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും നമുക്ക് യുക്തമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് അതെന്താണ്, മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിലും അത് ധർമ്മമാണ് എന്നാണ് പറയുക. ആ ധർമ്മത്തിന് പാപമില്ല എന്ന ഒരു ന്യായം ഇവിടെ പറയുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് നമുക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ സ്വീകരിക്കപ്പെടണം. ചില നിയമവ്യവസ്ഥകൾ നമ്മുടെ മുമ്പിൽ അങ്ങനെയാണ്. തിരിച്ച് ഒരു ചോദ്യങ്ങൾക്കുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ രാജ്യം ഭരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ശിക്ഷിക്കുക തന്നെ വേണം. ആ ശിക്ഷ കൊടുക്കുന്നത് ധർമ്മമാണ്. കാരണം തെറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതിന് അവിടെ ഹിംസ എന്നത് അനിവാര്യമായി വരുമെന്നാണ് പറയുക. യുദ്ധം ചെയ്യാനായിട്ട് വരുന്ന ആളിൻ്റെ അടുക്കൽ ചെന്ന് ന്യായം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. യുദ്ധം ചെയ്യേണ്ടവനോട് യുദ്ധം ചെയ്യുക എന്ന് തന്നെയാണ് അതിൻ്റെ വ്യവസ്ഥ എന്ന് ധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ താടകയെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും കൂടി പിന്നെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ആ വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്നുണ്ട്,
വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണ് കേട്ടോ. ഞാൻ മഹർഷി എന്നങ്ങ് പറഞ്ഞു പോകുന്നെങ്കിലും അദ്ദേഹം ബ്രഹ്മർഷിയാണ് കേട്ടോ. ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഇവരും എല്ലാവരും കൂടി ഇങ്ങനെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് രാമലക്ഷ്മണന്മാർ രാമന് അദ്ദേഹത്തോട് വിശ്വാമിത്ര മഹർഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങ് അവിടെ കൊട്ടാരത്തിൽ വെച്ച് അച്ഛനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങയുടെ യാഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ എവിടെയാണ് അങ്ങ് യാഗം നടത്തുന്നത്? എവിടെയാണ് ഞങ്ങൾ യാഗരക്ഷയ്ക്കായിട്ട് തയ്യാറാകേണ്ടത്? അതൊന്ന് പറഞ്ഞു നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ സിദ്ധാശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിച്ചാൽ എന്താണ് ഈ സിദ്ധാശ്രമത്തിൻ്റെ പ്രാധാന്യം? അപ്പോൾ സിദ്ധാശ്രമത്തിൻ്റെ പ്രാധാന്യം പറയുന്നത്, ഈ സിദ്ധാശ്രമത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ആള്, അല്ലെങ്കിൽ ഇത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ഇത് വാമനമൂർത്തിയുടേതാണ് എന്ന് പറയുന്നു. അപ്പം വാമനമൂർത്തിയുടേതായിരിക്കുന്ന ആ സ്ഥലമാണ് സിദ്ധാശ്രമം എന്ന് പറയുന്നു. അപ്പം അങ്ങനെ സിദ്ധാശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്ര മഹർഷി താടകയെ കൊന്ന് അവരുടെ കഴിവ് തെളിയിച്ചത് കൊണ്ട് അനവധി ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് വിശ്വാമിത്ര മഹർഷി. അത് പല പേരുകളാണ് അതിനുള്ളത് കേട്ടോ. അനവധി പേരുകളുണ്ട് വിശ്വാമിത്ര മഹർഷി അവർക്ക് രാമലക്ഷ്മണന്മാർക്ക് കൊടുക്കുന്ന ആയുധങ്ങൾക്ക്. ധർമ്മചക്രം, കാലചക്രം, അതുപോലെ വിഷ്ണുചക്രം, ഉഗ്രമായ ഐന്ദ്ര ചക്രം, വജ്രാസ്ത്രം, ശൈവശൂലം, ബ്രഹ്മശിരോസ്ത്രം, ഐഷീകം, ദേവചക്രം എന്നീ ദിവ്യാസ്ത്രങ്ങളും അതിമഹത്തായ ബ്രഹ്മാസ്ത്രവും നൽകുന്നു എന്നാണ് പറയുക. അതുകൂടാതെ എന്ത് ചെയ്തു? മോദകി എന്നും ശിഖരി എന്നും പറയുന്ന രണ്ട് ഗത അത്യുജ്വലമായിരിക്കുന്ന രണ്ട് ഗതകളും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ധർമ്മപാശമെന്നും കാലപാശമെന്നും വരുണപാശമെന്നും പറയുന്ന 3 ദിവ്യമായിരിക്കുന്ന ആയുധങ്ങളും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഗാന്ധർവവും മാനവും പൈശാചവും മോഹനവും താമസവും സൗമനവും സംവർത്തകവും മൗസലവും എന്നീ പറയുന്ന അസ്ത്രങ്ങളും, അതായത് ഇതെല്ലാം കന്ദർപ്പനായിരിക്കുന്ന ആളിന് പ്രിയപ്പെട്ടതാണ്. കന്ദർപ്പൻ എന്ന് പറയുന്നത് കാമദേവന്. അതുപോലെ തന്നെ പൈനാകം, നാരായണം എന്നീ പറയുന്ന അസ്ത്രങ്ങൾ നൽകുകയാണ് എന്ന് പറയുന്നുണ്ട്. രാജേഷ് നമസ്കാരം, സുരേന്ദ്രൻ നമസ്കാരം. അതുപോലെ തന്നെ ശോഷണം, സന്താപനം, വിലാപനം എന്നിവ തരുന്നു. അതായത് പലതിനെയും അത് ഇതിൻ്റേതായിരിക്കുന്ന പേരുകൊണ്ട് തന്നെ ആ ആയുധത്തിൻ്റെ സ്വഭാവവും അത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. സത്യാസ്ത്രം, മായാമയം, തേജപ്രഭം, അതുപോലെ തന്നെ സോമാസ്ത്രം, ത്വാഷ്ട്രം, ശീതേഷു എന്ന് പറയുന്ന അസ്ത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. ഇതെല്ലാം വിശേഷമായിരിക്കുന്ന മന്ത്രങ്ങളാണ് എന്നുള്ളതാണ്. ഇതെല്ലാം തൻ്റെ കയ്യിലെടുക്കുന്ന ആയുധം ഇന്ന സ്വഭാവത്തിലുള്ളതായി മാറണം എന്ന് ആ മന്ത്രജപത്തോടു കൂടി മാറുന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ അനവധി ആയുധങ്ങളുടെ പേരുകളാണ് പറയുന്നത്. സത്യവതെന്നും സത്യകീർത്തി എന്നും ദൃഷ്ടം, രഭസം, പ്രതിഹാരതരം, പത്യാങ്മുഖം, അവാങ്മുഖം, ലക്ഷ്യം, അലക്ഷ്യം, ദൃഢനാഭം, സുനാഭം, ദശാക്ഷം, ശതവക്ത്രം, ദശശീർഷം, ശതോദകം, പത്മനാഭം, മഹാനാഭം, ദുന്ദുനാഭം, സ്വനാഭം, ജ്യോതിഷം, ശകുനം, നൈരാസ്യം, വിമലം, യൗഗഗന്ധം, വിനീന്ദ്രം, ദൈത്യപ്രമഥനം, ശുചിബാഹു, മഹാബാഹു, നിഷ്കലീ വിരുചം, സാർവിജിരാമി, ധൃതിമാലി, വൃത്തിമാൻ, സുരിചം, വൃത്തം, സൗമനസം, വിദൂതം, മകരം, പരവീരം, രതി, ധനം, ധാന്യം, കാമരൂപം, കാമരുചി, മോഹനം, അല്ലെങ്കിൽ അതിന് മാരണമെന്നും ഒരു പേര് പറയുന്നുണ്ട്. ബീനാനന്ദൻ നമസ്തേ. അപ്പൊ അങ്ങനെ അനവധി ആയുധങ്ങളുടെ ഒരു വലിയ കൂട്ടം തന്നെ രാമലക്ഷ്മണന്മാർക്കായിട്ട് നൽകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്,
ഈ നമ്മൾ ഈ ആയുധങ്ങളെല്ലാം കൊടുത്തിട്ടാണ് സിദ്ധാശ്രമം എന്ന് പറയുന്ന വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നത്. സിദ്ധാശ്രമം എന്ന് പറയുന്ന ഈ ആശ്രമത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിച്ചത് ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇത് വാമനമൂർത്തിയുടേതാണ്. അപ്പം വാമനമൂർത്തിയുടെ പൂർവാശ്രമത്തെ ആയതുകൊണ്ടാണ് ഇതിനെ സിദ്ധാശ്രമം എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഈ കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും കൂടി മകനായിട്ടാണ് വാമദേവൻ ജനിക്കുന്നത്. ആ വാമദേവൻ ജനിച്ച ദിവസമാണ് ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഭഗവാൻ മഹാവിഷ്ണു തങ്ങളുടെ പുത്രനായിട്ട് പിറക്കണമെന്ന്. അപ്പം അങ്ങനെ മഹാവിഷ്ണു തൻ്റെ പുത്രനായി പിറക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വാമനമൂർത്തി ഇവിടെ അവതരിച്ചതും. വാമനമൂർത്തിയുടെ അവതാര കഥ അവിടെ പറയുകയാണ്. മഹാബലിയുടെ സ്ഥലത്ത് മഹാബലി ദൂരെ ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു യാഗം നടത്തി എന്നാണ് പറയുന്നത്. മഹാബലവാനായിരിക്കുന്ന അസുരരാജാവ് വലിയൊരു യജ്ഞം നടത്തിയെന്നും ആ യജ്ഞം നടക്കുന്ന സമയത്ത് അവിടെ അത് പൂർത്തിയാക്കുന്ന സമയത്തേക്ക് അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആ സമയത്ത് ചില ദാനാദികളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ദാനാദികൾ നടത്താൻ വേണ്ടിയിട്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉത്തമനായിരിക്കുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ കയറി വരികയും അപ്പോൾ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരല്പം 3 അടി മണ്ണ് വേണം. ആ കഥയൊക്കെ നമുക്കറിയാവുന്ന 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ശുക്രാചാര്യര് ഉടൻ തന്നെ അതിനെ തടസ്സപ്പെടുത്തി. പക്ഷേ ആ തടസ്സങ്ങളെയെല്ലാം മാറ്റിക്കൊണ്ട് തൻ്റെ വാക്ക് താൻ കൊടുക്കാമെന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് സത്യമാണ്, ശക്തമാണ്, അതുകൊണ്ട് അത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് സത്യം ചെയ്യുന്നുണ്ട്. ആ സത്യം ചെയ്യുന്ന സമയത്ത് ആ തീർത്ഥം അർഘ്യാദികൾ വരുന്ന സമയത്ത് വാമദേവൻ തൻ്റെ രൂപം വലുതാക്കുകയും എല്ലാ ലോകങ്ങളെയും രണ്ട് പാദങ്ങൾ കൊണ്ട് അളന്നു കഴിഞ്ഞ് വാമനമൂർത്തി 3ാമത്തെ പാദത്തിനായിട്ട് ചോദിക്കുമ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ വാമനമൂർത്തി വിതലമെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിട്ട് അദ്ദേഹത്തിന് സ്ഥാനമൊഴിഞ്ഞു മാറ്റി കൊടുക്കുകയും ചെയ്തു. നമ്മളിവിടെ നമ്മുടെ കേരളത്തിലൊക്കെ ഓണത്തിൻ്റെ കഥ പറയുന്ന സമയത്ത് എല്ലാവരും പറയും മഹാബലിയെ ഭഗവാൻ ചവിട്ടി താഴ്ത്തി കളഞ്ഞു കൊന്നു എന്നൊക്കെ പറയും. ഒരിക്കലും അതൊക്കെ തെറ്റാണ്. ചിങ്ങമാസത്തിൽ തിരുവോണം എന്ന് പറയുന്നത് മഹാബലിയുടെ പിറന്നാളൊന്നുമല്ല, മറിച്ച് വാമനമൂർത്തിയുടെ വാമന ജയന്തിയാണ് എന്നുള്ളതാണ്. അത് ആർക്കും ഇപ്പോഴും അറിയത്തില്ല. ദൈവാദിനം കൊണ്ടത് അറിയാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ അന്ന് കരിദിനമായിട്ട് ആചരിച്ചേനെ നമ്മുടെ ആൾക്കാർ. ഇപ്പം തന്നെ ഈ രാമായണ മാസം ആയപ്പോൾ തന്നെ രാവണൻ്റെ പേരിൽ ഫ്ലെക്സ് വെച്ചു എന്നാണ് പറയുക. ഒന്ന് ആലോചിച്ച് നോക്കണം. രാവണൻ്റെ പേരിൽ രാവണ സേനയോ രാവണ അങ്ങനെ എന്തോ, ഈ ഫാൻ അസോസിയേഷൻ്റെ കാലമാണല്ലോ ഇപ്പോഴും. അപ്പോൾ അങ്ങനെ രാവണനും ഫാൻസായി എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തായിട്ടാണ് ദുര്യോധനന്, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയല്ല ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഒരു പുതിയ മതം കൂടി വന്നിട്ടുണ്ട്. ഹിന്ദു മതം, ക്രിസ്തീയ മതം, ഇസ്ലാം മതം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ പുതിയൊരു മതവും കൂടിയുണ്ട്. നമ്മുടെ ബാലമംഗലത്തിലുള്ള ഡിംഗമതം എന്ന് പറയാം. ഞാൻ അവരെയൊന്നും കുറച്ചായിട്ട് പറയുകയല്ല, മോശമായിട്ട് ചിന്തിക്കുകയല്ല. അപ്പോൾ അങ്ങനെ ഒരു മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ് പറയുക. അപ്പം അങ്ങനെ പോലും ചിന്തിക്കുന്ന ഒരു കാലത്ത് രാവണന് ആൾക്കാരുണ്ടാകാം, ഫാൻസ് കാണാം, രാവണ സേനയുണ്ടാകാം. അതുപോലെ തന്നെയാണ് ഇവിടെയും മഹാബലിയുടെ വാമനമൂർത്തിയുടെ ജയന്തിയാണ്, വാമന ജയന്തിയാണ് ഈ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ വേണമെങ്കിൽ അതിനെ കരിദിനമായിട്ടൊക്കെ വേണം നമ്മുടെ ആൾക്കാരൊക്കെ അതിനെയും പ്രതിഷേധിക്കാൻ. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. എന്തുണ്ടെങ്കിലും പ്രതിഷേധിക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിവില്ലെങ്കിലും എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ ചിലപ്പോൾ ചിലർക്ക് കഴിയും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതിനെ നന്നാക്കി കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ പല ആൾക്കാർ, എല്ലാവരും ഒന്നുമില്ല, നല്ല ആൾക്കാരുണ്ട്, എങ്കിൽ പോലും ചിലരുടെ സ്വഭാവം അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ
വാമനമൂർത്തി അതിനുശേഷം വന്ന് ഇരുന്ന് തപസ് ചെയ്ത സ്ഥലമാണ് ഈ പറയുന്ന സിദ്ധാശ്രമം എന്ന പേരിലുള്ളത്. ഇവിടെയാണ് നമുക്ക് യജ്ഞം അവിടെ ആരംഭിക്കേണ്ടതെന്ന് പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി അദ്ദേഹം തൻ്റെ യാഗത്തിനായിട്ടുള്ള എല്ലാം തയ്യാറാക്കി. 6 ദിവസമാണ് ഈ യജ്ഞം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ യാഗം നടക്കുന്നത്. അപ്പൊ ഈ 6 ദിവസവും മൗനവ്രതം അദ്ദേഹം സ്വീകരിക്കപ്പെടും. അപ്പം രാജേഷ് ശർമ്മ ഇന്ന് താമസിച്ചു പോയല്ലേ, 9:30 കഴിഞ്ഞ് പോയി. നേരത്തെ കറക്റ്റ് 9 മണിക്ക് വരുന്ന ആളാണ് രാജേഷ്. അപ്പൊ എന്തെങ്കിലും തിരക്കുണ്ടാവല്ലേ. അപ്പൊ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, അവര് 6 ദിവസത്തെ യജ്ഞമാണ് അവിടെ നടക്കുന്നത്. ഈ 6 ദിവസവും വളരെ മൗനവ്രതത്തോടു കൂടിയും അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകൾക്കെല്ലാം അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത്. അപ്പം രാമലക്ഷ്മണന്മാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടെ വരുന്ന അസുരന്മാരിൽ നിന്നും സംരക്ഷിക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, എപ്പോഴെങ്കിലും ഈ അസുരന്മാർ വരാം. അപ്പോൾ 1-ാമത്തെയും 2-ഉം 3-ഉം 4-ഉം ദിവസങ്ങളിൽ ആരും അവിടെ തടസ്സപ്പെടുത്താനായിട്ട് വന്നില്ല. 5-ാമത്തെ ദിവസം ആരും വന്നില്ല. 5-ാമത്തെ ദിവസം രാത്രി ആയപ്പോഴേക്കും മാരീചനും സുബാഹു എന്ന് പറയുന്ന 2 അസുരന്മാർ അവിടെ എത്തി. കാരണം അസുരന്മാരുടെ പ്രത്യേകത രാത്രിയിലുള്ള സഞ്ചാരങ്ങളാണ്. പണ്ട് കാലത്തൊക്കെ നമ്മളോട് പറയുമല്ലോ, രാത്രിയിൽ കോടന്ന് സഞ്ചരിച്ച് നടക്കരുത്, അസുരന്മാരാണ് എന്ന് പറയുന്നത്. ആസുരികതയുള്ളവരുടെ പ്രത്യേകത, അവര് രാത്രിയിൽ അവർക്ക് ഉറക്കം കുറവാണ്. അവർ ചിലപ്പോൾ കണ്ടിട്ടില്ല, പകല് മുഴുവൻ ചിലപ്പോൾ കിടന്ന് ഉറങ്ങും, രാത്രിയിൽ ഉണർന്നവിട്ടിരിക്കും. ഇപ്പം പിന്നെ നമ്മൾ മൊബൈൽ കളിക്കുകയാണെന്ന് പറയാം. പക്ഷേ രാത്രി അപ്പം നമ്മളിൽ ആസുരികത കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. നമ്മളുടെ ഉറക്കത്തിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. രാത്രി കാലം എന്ന് പറയുന്നത് വിശ്രമിക്കേണ്ട, ഉറങ്ങേണ്ട കാലമാണ്. നമ്മുടെ ജോലിയുടെ ഭാഗമായി 1-2 ദിവസം നമ്മൾ മാറുന്നത് പോലെയല്ല, സ്ഥിരമായി അർദ്ധരാത്രി ഉണർന്നിരിക്കുന്ന ആളെന്ന് പറയുന്ന ആസുരികതയുള്ള ആളാണ് എന്ന് നമ്മൾ അറിഞ്ഞോ. ഉറക്കളയ്ക്കുന്നത് നമുക്കറിയാമല്ലോ, മറ്റാരോടും പറയണ്ട, നമുക്ക് മനസ്സിലായിക്കോണം ഇതിൽ ആസുരികത വർദ്ധിക്കുന്നു എന്ന്. അപ്പം നമ്മളിൽ ഒരു നെഗറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുമെന്നാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് സൈലൻ്റായി മാറപ്പെടുമെന്നാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ രാത്രി കാലങ്ങളിൽ കഴിയുന്നത് ഉറങ്ങുക, പകൽ സമയങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് ചിന്തിച്ചു. അങ്ങനെ മാരീചനും സുബാഹുവും കൂടി അവിടെ എത്തി. അവിടെ എത്തിയിട്ട് യാഗത്തിനെ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈ മാരീചനെ കൊല്ലാനായിട്ട് ലക്ഷ്മണൻ തുടങ്ങിയപ്പോൾ രാവണൻ പറഞ്ഞു, ഇപ്പോൾ കൊല്ലണ്ട, എനിക്ക് ആളിനെ പിന്നെ ആവശ്യമുണ്ട്. അതുകൊണ്ട് മാരീചൻ എന്ത് ചെയ്തു, മാനസം എന്ന് പറയുന്ന ഒരു ദിവ്യമായിരിക്കുന്ന അസ്ത്രം കൊണ്ട് എന്ത് ചെയ്തു, 2 വിധത്തിലുള്ള അസ്ത്രങ്ങളാണ്. മാനവം എന്ന് പറയുന്ന അസ്ത്രം, മാനസമല്ല, കൈതട്ടിപ്പോയതായിരുന്നു. എന്താന്നാ അമ്മയ്ക്ക് എന്തോ പറ്റി കൈതട്ടിപ്പോയതെന്ന് പറഞ്ഞ്? ഹാപ്പി ബർത്ത്ഡേ. സാരമില്ല, അത് സാരമില്ല, അതിനും കാര്യമൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പം എന്തായാലും ഒരു അബദ്ധം പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ ആരും ഇപ്പം ഹാപ്പി ബർത്ത്ഡേ പറയില്ല, എന്നാലും ഒരു ഹാപ്പി ബർത്ത്ഡേ അമ്മ പറഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പ്രകാശ് ജി നമസ്തേ. ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ ഈ കൂട്ടത്തിൽ ഇന്നത്തെ ദിവസം? ആരുടെയെങ്കിലും പിറന്നാൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പിറന്നാളുകാരന് വേണ്ടിയിട്ട് നമുക്ക് അത് സമർപ്പിക്കാം. പിറന്നാളുകാരന് അല്ലെങ്കിൽ പിറന്നാളുകാരിക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ സമർപ്പിക്കുന്നു, അത് ആള് സ്വീകരിക്കണം. അപ്പം അങ്ങനെ മാരീചന്റെ ദേഹത്തേക്ക് മാനവം എന്ന് പറയുന്ന ഒരു അസ്ത്രം ഉപയോഗിച്ചപ്പോൾ, ഈ മാനവ അസ്ത്രത്തിൻ്റെ പ്രത്യേകത, ഇത് ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കില്ല, പക്ഷെ അങ്ങ് ദൂരേക്ക് കൊണ്ടുപോകും. അങ്ങനെ മാരീചനെ കൊണ്ടുവന്ന് ആ സാഗരത്തിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു എന്നാണ് പറയുക. പിന്നീട് സുബാഹുവിനെ അവിടെ കൊല്ലുകയും ചെയ്തു എന്നാണ് പറയുക. എന്നിട്ട് എന്ത് ചെയ്തു, ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ് ആ യജ്ഞമെല്ലാം പരിപൂർണമാക്കി
പൂർത്തീകരിക്കപ്പെട്ടു. എല്ലാവരും വന്ന് രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുക. അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അവിടെ ഇരുന്ന് അന്ന് അവർ വിശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ വന്നിരുന്ന ഋഷിമാരൊക്കെ വളരെ ധൃതിയോടുകൂടി പോകാനായി തുടങ്ങുന്നു. അപ്പോൾ ചോദിച്ചു, എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അവിടെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലുള്ള വളരെ വിശേഷമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രീ ബിജു അപ്പോളോ എരുമേലി അല്ലേ, അപ്പം അദ്ദേഹത്തിന് നമസ്കാരം. അപ്പം അങ്ങനെ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്കൊക്കെ ഞങ്ങൾ പോവുകയാണ്. അവിടെ സവിശേഷം മിഥിലയുടെ രാജാവായിരിക്കുന്ന ജനകൻ വളരെ ധർമ്മയുക്തമായ ഒരു യജ്ഞം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നു, നിങ്ങളും ഞങ്ങളോടൊപ്പം വരിക എന്ന് പറഞ്ഞു. നമുക്കറിയാം ആ കഥയുടെ തുടക്കം എന്താണെന്നറിയാം. അതിനോടൊപ്പം തന്നെ അവർ നടന്നു പോകുന്ന വഴിക്ക് ഇവരും അവരോടൊപ്പം കൂടി പോകുന്ന വഴിക്ക് വളരെ വലിയൊരു സ്ഥലം കണ്ടു. അപ്പോൾ രാമലക്ഷ്മണന്മാർ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ സ്ഥലം, ഈ സ്ഥലത്തിൻ്റെ സവിശേഷത എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ഒരു വലിയ കഥയാണ് അത് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് പറയാം. ഇന്ന് നമുക്കത് പൂർണ്ണമായിട്ട് ഇന്ന് സമർപ്പിക്കാം. ആ കഥ പറഞ്ഞാൽ ഇന്ന് തീരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് പറഞ്ഞ് നാളെ പറ്റിയാൽ നമുക്ക് ഭഗവാന്റെ സ്വയംവരവും കൂടി നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ലവരായിരിക്കുന്ന നമുക്ക് ശരിയാ പപ്പേട്ട, നമുക്ക് ഈ രാമായണം കഴിഞ്ഞിട്ട് ചിങ്ങമാസത്തിലെ ഈ രാമായണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ശനിയാഴ്ച മുതൽ നമുക്ക് നമ്മുടെ പേജിൽ മാതൃകാവിലെ പേജിൽ ഉപനിഷത്ത് ആരംഭിച്ച് തുടങ്ങാം. ഇപ്പം ഈ ശനിയാഴ്ചയും കൂടെ നമ്മൾ കഴിയുന്നത് എല്ലാ ദിവസങ്ങളിൽ കൂടി പറഞ്ഞെങ്കിലേ വാൽമീകി രാമായണം തീരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായിരുന്നാലും വളരെ സന്തോഷകരമായ വിധത്തിൽ ഇന്നത്തെ ദിവസം ഇതിൻ്റെ ഭാഗമായിട്ടെത്തിയ ഒരുപാട് സജ്ജനങ്ങളുണ്ട്. എല്ലാവർക്കും എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഗുണകരമായി വന്നും ഭവിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു. ഗീതാജി ഒപ്പം 10-18 പേരുണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ എനിക്ക് തോന്നി ഇങ്ങനെയുള്ള ആധ്യാത്മിക കാര്യങ്ങൾക്ക് ആൾ കുറവാണ്. ശ്രീദേവി നമസ്കാരം, ശുഭരാത്രി. എല്ലാവർക്കും ആൾ കുറവാണെന്ന് തോന്നുന്നു പൊതുവെ. അപ്പം അങ്ങനെ എന്തായിരുന്നാലും നമുക്ക് വീണ്ടും നാളെ കാണാം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം, ശുഭരാത്രി.